ആലപ്പുഴ വഴിയുള്ള തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കൽ 3 പ്രത്യേക പദ്ധതികളാക്കി വിഭജിച്ച് നടത്തിപ്പ് വേഗത്തിലാക്കാൻ റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകിയതായി കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. കരുനാഗപ്പള്ളി മുതൽ തുറവൂർ വരെയുള്ള ലോക്സഭാ മണ്ഡലത്തിലെ 7 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഉന്നതതല റെയിൽവേ ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം എം.പി. സന്ദർശനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അവലോകന യോഗം ചേർന്നത്. ആലപ്പുഴ വഴിയുള്ള തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കൽ 3 പ്രത്യേക പദ്ധതികളാക്കി വിഭജിച്ച് നടത്തിപ്പ് വേഗത്തിലാക്കാൻ റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകിയതായി കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെ പങ്കെടുത്ത് നടത്തിയ അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചിരിക്കുന്നതെന്നും എം.പി. പറഞ്ഞു. കായംകുളത്ത് നടന്നുവരുന്ന അമൃത് ഭാരത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പു നൽകിയതായി എം.പി. പറഞ്ഞു. അല്ല, അതിനുവേണ്ടിയിട്ടാണല്ലോ ഇന്നലെ ജനറൽ മാനേജരും ഞങ്ങളെ മന്ത്രിയെ കണ്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ വന്നിരുന്നു. ഇന്നിപ്പോൾ DRM-ഉം സോണൽ റെയിൽവേയിലത്തെ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ട്. കൃത്യമായിട്ടുള്ള സമയം നിശ്ചയിച്ചിട്ട് പണി പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. കായംകുളം റെയിൽവേ സ്റ്റേഷൻ വലിയ ഡെവലപ്മെൻറ്റുകൾ നടക്കാൻ വേണ്ടി പോകുന്നു. അതിനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മന്ത്രിയാണ് ചെയ്യേണ്ടത്. മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും നിർമ്മാണങ്ങൾ നവംബർ ഡിസംബറോട് പൂർത്തീകരിക്കും. കുറച്ചൊന്നും ബാക്കിയുണ്ടാവും. അത് മാർച്ച് എൻഡോടുകൂടി കംപ്ലീറ്റ് ചെയ്ത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. കരുനാഗപ്പള്ളി മുതൽ തുറവൂർ വരെയുള്ള ലോക്സഭാ മണ്ഡലത്തിലെ 7 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഉന്നതതല റെയിൽവേ ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം എം.പി. സന്ദർശനം നടത്തി. ഇതിന്റെ ഭാഗമായാണ് അവലോകന യോഗം ചേർന്നത്. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ നീളം കൂട്ടാനും വിശ്രമമുറികളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും അടക്കം ഉടൻ സജ്ജമാക്കാനും നിർദ്ദേശിച്ചു. സ്റ്റേഷനിലെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം. അംഗപരിമിതർക്കുള്ള ശൌചാലയങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ടോയ്ലറ്റുകൾ സജ്ജീകരിക്കണം. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും എം.പി. നിർദ്ദേശം നൽകി. പ്രധാന സ്റ്റേഷൻ കവാടം നവംബറോടെ യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാനാകുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായും എം.പി. പറഞ്ഞു. നിർമ്മാണം ആരംഭിച്ച പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് അടുത്ത മാർച്ചോടെ ഉപയോഗയോഗ്യമാകും. കൂടുതൽ ലിഫ്റ്റുകളും സ്റ്റേഷനിൽ ക്രമീകരിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. മാമ്പ്രക്കന്നയിൽ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള തടസ്സം പരിഹരിക്കാനും എം.പി. നിർദ്ദേശിച്ചു. ഓച്ചിറയിൽ നടക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാക്കാനും എം.പി. നിർദ്ദേശം നൽകി. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളടങ്ങിയ നിവേദനങ്ങൾ പല സംഘടനകളും എം.പിക്ക് കൈമാറി. CDNet ന്യൂസ്, കായംകുളം.